ഈ മഷ്റൂംസ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു മഷ്റൂം റൈസ് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. മഷ്റൂം റൈസ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ക്യാരറ്റ് എടുത്തു, കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് വെളുത്തുള്ളി കുറച്ച് അധികം എടുക്കുക. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്. ക്യാരറ്റിന് ഒരു നല്ല റെഡ് കളറാണ്. ശരിക്കും ഓറഞ്ചും റെഡും കലർന്നിട്ടുള്ളൊരു പ്രത്യേക തരം കളറാണ്. നമുക്ക് മഷ്റൂംസൊക്കെ കട്ട് ചെയ്തെടുക്കാം. കുറച്ച് സോയ സോസ് എടുത്തു. അതിനുശേഷം കുറച്ച് ചില്ലി ഓയിൽ, അതൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടുന്നതാണ്. ചൈനീസ് ഷോപ്പിലൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ഓയിൽ, അതും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തു. അതിലേക്കുള്ള സ്പൈസസാണ് നമ്മൾ മഷ്റൂം റൈസ് ഉണ്ടാക്കില്ലേ, അപ്പോൾ അതിലേക്കുള്ള സ്പൈസാണ് അതൊക്കെ. ആഡ് ചെയ്യാനുള്ള കുറച്ച് ഉപ്പിട്ടു നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അടുത്തതായി നമുക്ക് മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വേവ് കൂടുതലാണ്, അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും. അതുകൊണ്ട് ഇതിലേക്ക് വേവാനായിട്ട് വെള്ളം ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, നന്നായിട്ട് ഫ്രൈ ചെയ്യുക. ക്യാരറ്റ് ചേർത്ത് കൊടുത്തു. ഇവിടെയുള്ള ക്യാരറ്റിന് കുറച്ചൊരു റെഡ് കളർ ഉണ്ടാവും. കുറച്ച് ഗ്രീൻ പീസും ചേർത്ത് കൊടുത്തു. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം. മിക്സ്. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക, 2 ടേബിൾ. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച്. കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ ചേർക്കുക, അത്രയും. നമുക്ക് നന്നായി വേവിച്ച് വെച്ച ചോറെടുത്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്തായാലും ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം, അപ്പോഴാണ് അതിന് ശരിക്കുള്ള നല്ല ഒട്ടാതെയൊക്കെ നമുക്ക് കിട്ടുക. അപ്പോൾ ആദ്യം ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഒന്ന് ചൂടാറിയിട്ടാണ് ഇതിനോട് ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക, മിക്സ് ചെയ്യുക. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മഷ്റൂം റൈസാണത്, മഷ്റൂം ഫ്രൈഡ് റൈസ്. അധികം വേവ് ഇല്ലാത്തതുകൊണ്ട് ക്യാപ്സിക്കം ഇടുക. മഷ്റൂം റൈസ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സോസും ഇതിനോട് ചേർക്കുക. സോയ സോസ്, ചില്ലി ഓയിൽ ഒക്കെ കൂടി ചേർത്ത് വെച്ച് സോസ് ഇതിലേക്ക് ചേർത്ത്. ഉപ്പ് കുറവുണ്ടെന്ന് കണ്ടാൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ എളുപ്പത്തിലൊരു മഷ്റൂം ഫ്രൈഡ് റൈസ് റെഡിയായി. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം ഫ്രൈഡ് റൈസ് റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റിയാണ്.